വീഡിയോ കോൺഫറൻസ് വഴി തൊഴിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി സൗദിയുടെ വിവിധ മേഖലകളിൽ 58 ഓഫീസുകൾ സജ്ജീകരിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം. തൊഴിൽ കേസുകളിൽ അതിവേഗത്തിലും പ്രയാസരഹിതവുമായ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നത്. വിവിധ സ്ഥലങ്ങളിലുള്ള തൊഴിൽ കാര്യാലയ ഓഫീസുകളിൽ വീഡിയോ കോൺഫറൻസ് വഴി കേസ് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക അണ്ടർ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം പരിശീലനം നൽകി കഴിഞ്ഞു. സൗദിയുടെ വിവിധ മേഖലകളിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മൊവ്രജ് അൽ ഹബ്ബാനിക്ക് നേരിട്ട് പരാതികൾ നൽകുന്ന പദ്ധതിക്ക് കഴിഞ്ഞയാഴ്ച തുടക്കമായി. തൊഴിൽ മന്ത്രാലയ ആസ്ഥാനത്താണ് വീഡിയോ കോൺഫറൻസ് വഴി പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വീഡിയോ കോൺഫറൻസ് വഴി പരാതികൾ കേൾക്കുന്ന പദ്ധതി ആരംഭിച്ചതോടെ പരാതികൾ സമർപ്പിക്കുന്നതിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വരില്ലെന്നും പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനാകുമെന്നും തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് അൽസായി അറിയിച്ചു. തൊഴിൽ മന്ത്രിയുമായും മറ്റും ഉയർന്ന ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസ് വഴി ബന്ധപ്പെടുന്നതിന് 199911 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രാഥമിക തൊഴിൽ തർക്ക പരിഹാര സമിതികളിൽ തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ റിയാദിലെ ഉന്നത തർക്ക പരിഹാര സമിതികളിലേക്കാണ് മാറ്റുക. ഇത്തരം ഘട്ടങ്ങളിൽ കേസുകളിൽ കക്ഷികൾക്ക് റിയാദിൽ ഹാജരാവാതെ തന്നെ അതാത് പട്ടണങ്ങളിൽ വീഡിയോ കോൺഫറൻസ് വഴി കേസുകളിൽ സംബന്ധിക്കാൻ കഴിയുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ദുബായിൽ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊക്കോറിവ റെസ്റ്റോറന്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 18 മുതൽ ജനുവരി 31 വരെ കൊക്കോറിവയിൽ ഫുഡ് ഫെസ്റ്റ് നടത്തുമെന്ന് ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. കൊക്കോറിവയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും ഫെസ്റ്റിവൽ ദിനങ്ങളിൽ ലഭ്യമാകും. ഈ ഒരു വർഷത്തെ കാലയളവിൽ കൊക്കോറിവയുടെ നേതൃത്വത്തിൽ അജ്മാൻ ലേബർ ക്യാമ്പിലെ ദുരിതമനുഭവിക്കുന്ന 600ഓളം തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കുവാനും നാട്ടിൽ 1 ലക്ഷം രൂപയുടെ മരുന്നുകൾ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചതായും മാനേജിംഗ് ഡയറക്ടർ ബിൻജൂസ് ബേബി അറിയിച്ചു. അബുദാബി, അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ കൊക്കോറിവയുടെ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് ടീം വ്യക്തമാക്കി. കാൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൽ വെള്ളിയാഴ്ച കോൺസുലർ സേവനം ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് KC അബൂബക്കർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചവരെയാണ് സേവനം ലഭ്യമാവുക. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സർഗോത്സവത്തിന്റെ സ്റ്റേജ് തല മത്സരങ്ങൾ നവംബർ 20 ദുബായിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗർഹൂദ് NI മോഡൽ സ്കൂളിൽ കാലത്ത് മുതൽ രാത്രി 9 മണി വരെ 4 സ്റ്റേജുകളിലായാണ് പരിപാടികൾ നടക്കുക. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ദാന്ദിയ നൈറ്റ് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്നു. DJ യോഗേഷിന്റെ നേതൃത്വത്തിലാണ് പ്രകാശവിസ്മയം തീർത്ത ഹാളിൽ ദാന്ദിയ ഗർഭ നൃത്തങ്ങൾ നടന്നത്. ദാൻഡിയ ഡാൻസിൽ പങ്കെടുത്തവർക്ക് ക്യാഷ് അവാർഡ് അടക്കം നിരവധി സമ്മാനങ്ങളാണ് നൽകിയത്. തെരഞ്ഞെടുത്ത വിവിധ ഗ്രൂപ്പുകൾക്കും വ്യക്തിഗത പ്രകടനങ്ങൾക്കുമാണ് സമ്മാനങ്ങൾ നൽകിയത്. ബെസ്റ്റ് മെയിൽ, ഫീമെയിൽ, ബെസ്റ്റ് എത്നിക് വെയർ എന്നിവ കൂടാതെ മികച്ച വസ്ത്രധാരണത്തിനും നൃത്തം അവതരിപ്പിച്ച ദമ്പതികൾക്കും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും സമ്മാനം നൽകി. വിവിധ വർണ്ണങ്ങളിലുള്ള ദാണ്ഡിയ സ്റ്റിക്കുകൾ BKS-ൽ നിന്നും നൽകി. ബഹ്റൈൻ കേരളീയ സമാജം അംഗങ്ങളുടെ അതിഥികളായി എത്തിയവരും ദാണ്ഡിയ നൈറ്റിൽ പങ്കെടുത്തു. സുമ നായർ, വിജിന സന്തോഷ്, ലതിക മുരളി എന്നിവർ ദാണ്ഡിയ നൈറ്റിന് നേതൃത്വം നൽകി. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈനിലെ മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്ററിന്റെ ഹോമിയോപ്പതി വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ജുഫൈറിലെ ബെസ്റ്റ് വെസ്റ്റേൺ ഒലീവ് ഹോട്ടലിൽ നടന്നു. ക്യാപിറ്റൽ ഗവർണർ ഷൈഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സയ്യിദ് ഷംസുദ്ദീൻ ബാബറിന്റെ മേൽനോട്ടത്തിലാണ് സെന്റർ പ്രവർത്തിച്ചു വരിക. MEM ചെയർമാൻ വർഗീസ് കുര്യൻ ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വോയിസ് ഓഫ് കേരള റേഡിയോ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ ഡിസംബർ 10-11 തീയതികളിൽ ദോഹ MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കവിതാലാപനം, ഭരതനാട്യം തുടങ്ങി 11 ഇനങ്ങളിലാണ് മത്സരം നടക്കുക. സംഗീത സംവിധായകരുടെ നേതൃത്വത്തിലുള്ള ജഡ്ജിംഗ് പാനലാണ് വിധി നിർണ്ണയിക്കുകയെന്ന് വോയിസ് ഓഫ് കേരള CEO റജി മണേലും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് ഈസയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാൻഫോർഡ് ഖലീദിയ ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ കോണിഷ് സോക്കറും ജുബൈൽ സിയും തമ്മിലും എഗാലൈറ്റ് ജുബൈലും സമീൽ കേപ്പ് തമ്മിലും മാറ്റുരയ്ക്കും. ബദർ മക്ക FCയും USG ബോർലും തമ്മിലും സാൻഫോർഡ് ഖാലിദിയയും
FCD തെക്കേപ്പുറവും തമ്മിലും വെള്ളിയാഴ്ച നടക്കുന്ന മത്സരങ്ങളിലും മാറ്റുരയ്ക്കും. ഖാലിദിയ സ്പോർട്സ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ 14ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദമാം ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാരംസ് ചെസ് മത്സരങ്ങൾക്ക് ഖലീജ് മേഖലയിൽ തുടക്കമായി. 2 മാസം നീളുന്ന കായികമേളയുടെ ആദ്യ ഇൻഡോർ മത്സരത്തിൽ 20ൽ പരം ടീമുകൾ ക്യാരംസിലും ചെസ്സിൽ 16 വ്യക്തികളും പങ്കെടുത്തു. അക്ഷരങ്ങളെയും എഴുത്തിനെയും ഉന്മൂലനം ചെയ്യാമെന്നത് ഫാഷിസത്തിന്റെ മൂഢവിചാരമാണെന്നും പ്രമുഖ എഴുത്തുകാരൻ PJJ ആന്റണി അഭിപ്രായപ്പെട്ടു. റിസാര സ്റ്റഡി സർക്കിൾ ജുബൈലിൽ സംഘടിപ്പിച്ച സൗദി നാഷണൽ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിശ്ശിക ശമ്പളം ആവശ്യപ്പെട്ട് ലേബർ കോടതിയിൽ പരാതി നൽകിയതിന് സ്പോൺസർ ഹുറൂബാക്കിയ മലയാളി നവയുഗം സാംസ്കാരിക വേദിയുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ തർഹീൽ വഴി നാട്ടിലേക്ക് മടങ്ങി. കൊല്ലം സ്വദേശിയായ രാധാകൃഷ്ണൻ നവയുഗം ജീവകാരുണ്യ പ്രവർത്തകൻ ശിവകുമാർ തിരുവനന്തപുരത്തിന്റെ സഹായത്തോടെ ലേബർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് നാട്ടിൽ പോകാൻ സാധിച്ചത്. OICC സിയാത്ത് ഏരിയ കമ്മിറ്റി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. OICC സോണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വനിതാവേദി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ സിന്ധു, ബിനു, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്യാംപ്രകാശ്, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു പുരുഷോത്തമൻ, രാധിക ശ്യാംപ്രകാശ്, ഡിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. സൈഹാത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് SM സാദിഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFന് ചരിത്ര വിജയം. LDFന്റെ EP ലത കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ മേയറായി ചുമതലയേറ്റു. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് LDFന് വോട്ട് ചെയ്തു. നറുക്കെടുപ്പിലൂടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം UDFന് ലഭിച്ചു. രാഗേഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.